എല്ലാവർക്കും എൻ്റെ മുന്നാസ് വേർഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള വീഡിയോ ഉണ്ട്. എല്ലാവരും ക്ഷമയോടുകൂടി ഒന്ന് കണ്ടേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു 7:30 ആയിട്ടാട്ടോ എണീറ്റപ്പോൾ തന്നെ കൃഷ്ണ മിനിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ രംഗത്തേക്ക് ഇറങ്ങാൻ പോവാട്ടെ. അപ്പോൾ എൻ്റെ മോർണിംഗ് തുടങ്ങുന്നത് തന്നെ ഒരു സൂര്യഭഗവാനെ വണങ്ങിക്കൊണ്ടാണ്. അതിനുശേഷം ഞാൻ വന്ന് കട്ടൻ ചായ വെക്കുകയാണ്. പിന്നെ എൻ്റെ മോർണിംഗ് വ്ളോഗൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അത് വാച്ച് ചെയ്യുന്നവർക്കെല്ലാം അറിയാം. പാൽ ചായ, കട്ടൻ ചായ, അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. അത് വെച്ചു. അതിനുശേഷം ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ ഡേ തുടങ്ങുന്നത് തന്നെ. ആ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുറേ നാളായിട്ടാട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പരത്തി ഉണ്ടാക്കാനൊക്കെ. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു അക്കടി പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അകത്ത് നിന്നാട്ടോ ബ്രഷ് ചെയ്തപ്പോൾ എൻ്റെ മിററിൽ നോക്കിയപ്പോഴേക്കും ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെ മുഖത്ത് വെള്ളം അടിച്ചടിച്ച് കഴുകി എല്ലാ വെള്ളം അതിനകത്തേക്ക് തെറിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ ഹാക്ക് കണ്ടിരിക്കുന്നതാണ്. ഈ പേപ്പർ, വലിയൊരു പേപ്പർ എടുത്തിട്ട് ഷീറ്റ് എടുത്തത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തുടച്ചാൽ പെട്ടെന്ന് അഴുക്ക് പോകുന്നു കേട്ടോ. നല്ല ഹാക്കാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് അഴുക്കൊക്കെ പോയി. എൻ്റെ മുഖം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനുശേഷം എൻ്റെ കട്ടൻ ചായ തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കട്ടൻ ചായ തേയിലേക്ക് ഇട്ട് സെറ്റാക്കി കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. കുട്ടിയുടെ എണീറ്റിട്ടുണ്ട്. കുട്ടിയുടെ ഞാൻ കട്ടൻ ചായ കൊടുക്കുകയാണ്. പാൽ ചായൻ്റെ ഇടയിൽ ഞാൻ കൂട്ടിയിട്ടോ പാൽ ചായ തേയിലേക്ക് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ മാവ് ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റി അക്കിടി ഉണ്ടാകുന്ന ആർക്കെങ്കിലും മനസ്സിലായിരുന്നു. എന്തോരം വെള്ളം കോരി ഒഴിച്ച് നോക്ക്. ഈ ദോശമാവ് കഴിക്കുന്നത് പോലെയാണ് ചപ്പാത്തി ഇങ്ങനെ കുഴച്ച് വെക്കേണ്ടത്. ഞാൻ വെള്ളം കൂടിപ്പോയി. പിന്നെ ഞാൻ കുറേ പൊടിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. കുറേ പൊടിയൊക്കെ ഇട്ടു കേട്ടോ. കുറേ സമയം എടുത്തു കേട്ടോ ഞാൻ ഉണ്ടാക്കാനായിട്ട്. കാര്യം കയ്യിൽ ഒട്ടിപ്പിടിച്ച് കാര്യം കുഴഞ്ഞു പോയി, വെള്ളം കൂടിപ്പോയത് കാരണം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തി പരത്തി തുടങ്ങുകയാണ്. ഇങ്ങനെ ചപ്പാത്തി പരത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറേ നന്നു എണീറ്റ് വന്നു കേട്ടോ. നന്നു ഇതിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. ആദ്യമൊക്കെ എന്നെ അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഷേപ്പൊന്നും കറക്റ്റായിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ ഈ ചപ്പാത്തിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അല്ലാത്തതുകൊണ്ടാണ് തോന്നണ് അത് അവൻ്റെ ആദ്യം തന്നെ താഴെ പോയിട്ടോ. അപ്പോൾ ഞാൻ നീ അത് കൊണ്ടുപോയി കളിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത മരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പരിപ്പേറി ആട്ടോ. ചപ്പാത്തിയും പരിപ്പേറിയും സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഓരോരോ ഷേപ്പിലാട്ടോ എൻ്റെ ചപ്പാത്തി. ബട്ടർഫ്ലൈ, പിന്നെ എന്താണ് എന്തൊക്കെ ഷേപ്പായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നന്നു വന്നിട്ട് അവൻ്റെ കണ്ണും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിന് വായും മൂക്കും ഞാനാട്ടോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നന്നു ചായ കുടിക്കുകയാണ്, പരിപ്പേറിയും ചപ്പാത്തിയും കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ഇങ്ങനെ ആ ഒരു ചപ്പാത്തി നല്ല മയമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഈ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തവളയുടെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മുന്നേക്കും ബ്രേക്ക്ഫാസ്റ്റ് മുന്നേയും എണീറ്റും, അങ്ങനെ എല്ലാവരും എണീറ്റോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരു ബ്രഞ്ചായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഓൾമോസ്റ്റ് 12 o'clock ആയിട്ടോ ഞാനിത് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഗോവിന്ദയായിരുന്നു. കാര്യം ഒരുവിധം ഉച്ചയ്ക്കായല്ലോ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ശേഷം നന്നു മുന്നേ ഫോണും കൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അടിക്കലും തുടയ്ക്കലും ക്ലീനിങ് വാരമാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഇനി പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ആർക്കും വിശപ്പൊന്നുമില്ല എന്ന് പറഞ്ഞത് കാരണം അങ്ങനെ ഇരുന്നു. കുറേ നേരമൊക്കെ ഇങ്ങനെ TV കണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ കിടന്നപ്പോഴാണ് മുന്നേക്ക് എൻ്റെ കാലിലെ പാദസരം ഊരിപ്പോയിണ്ടായിരുന്നു കേട്ടോ. എന്താണ് എൻ്റെ മേത്തെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എനിക്ക് നന്നു അത് ഇട്ട് തരുന്നതാട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് 2 ആൺപിള്ളേരാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഇങ്ങനെ ചെയ്തു തരാനൊക്കെ ആയിട്ട്. അപ്പോൾ മുന്നേ ചോറും തൈരും പരിപ്പും കൂട്ടത്തിൽ ചപ്പാത്തിയും എല്ലാം കൂടി കഴിക്കുന്നതാട്ടോ കാണുന്നത്. ഉച്ചത്തെ ഫുഡാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഈസ്റ്ററിൽ ഞങ്ങൾക്ക് തൊട്ട് വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ എന്തെന്നാണ് അതിന് പറയുന്നത്, എനിക്ക് തരിപ്പായസം എന്നാട്ടോ ഞാൻ പറയുന്നത്, ഒരു അപ്പവും പായസവും തരൂ കേട്ടോ. ഞാനത് അപ്പം കഴിഞ്ഞു, പായസം ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു, അത് കൂട്ടി ഞാൻ ചപ്പാത്തി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ പോവുകയാണ്.
കുളിക്കാൻ എണ്ണയൊക്കെ ഇട്ടിട്ട് ഞാൻ ദേ മുഖത്ത് ഒരു ഹാക്ക് ചെയ്തു കേട്ടോ. അതെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടാട്ടോ, എല്ലാവരും കണ്ടേക്കണേ. പിന്നെ ദേ വൈകുന്നേരം ചായയൊക്കെ വെച്ചു. ഞാൻ ദേ അവലോസുടി ഉണ്ടായിരുന്നു കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദേ അവലോസുടിയും ചായയൊക്കെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ ചിക്കൻ കൊണ്ടുവന്നു. ചിക്കൻ ദേ നമ്മളെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല പാചകമാണ്. ചിക്കൻ കറിയൊക്കെ കൂട്ടുകാരൻ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ അതിനിടയിൽ ദേ ഞാനൊരു 2 മാങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ ജ്യൂസ് അടിച്ചു. ഇവരെല്ലാം നന്നുമിന്നിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മാംഗോ ജ്യൂസ്. നന്നിനും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ 2 പേർക്കും, നെയ്യൊക്കെ ഒഴിച്ച്. അപ്പോൾ അത് ടോസ്റ്റ് ചെയ്തപ്പോൾ അതേ മുന്നേ ഓരോരോ റെയർ കോമ്പിനേഷനാട്ടോ അവൻ്റെ മാംഗോ ജ്യൂസും ബ്രെഡ് ടോസ്റ്റും കൂടി കഴിക്കുന്ന കേട്ടോ കാണുന്നത്. മുന്നേ വെമ്പൻ ഡയലോഗൊക്കെ അടിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാമ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന കേട്ടോ കാണുന്നത് അച്ഛയും മക്കളും കൂടി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ 3 പേർക്കും മീൻ പിടിക്കാനായിട്ട്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ബോറിങ് ആട്ടോ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. ആ സമയത്തിന് ഞാൻ ദേ വിളക്ക് കത്തിക്കാറായി. അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് മുമ്പുള്ള ഒരുക്കങ്ങളാണ്. ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടു, പെരയൊക്കെ അടിച്ചിടണം, പിന്നെ അലക്കാനിടാനുണ്ട്, വെള്ളം വന്ന ദിവസമാണ്, അതൊക്കെ സെറ്റാക്കണം. അപ്പോഴത്തേക്കും കുട്ടിയുടെ ദേ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ഇടയ്ക്കൊന്ന് ഇളക്കി അതൊന്ന് വറ്റിച്ച് സെറ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് അലക്കാനൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ദേ ഈ ജനലിൻ്റെ ഒക്കെ കോലം കണ്ടോ, ഇതെന്താണെന്നറിയാമോ, ജനൽ പെയിൻ്റ് അടിച്ച പിറ്റേ ദിവസം തന്നെ എന്നെ പിന്നെ മത്സരിച്ച് പൊളിച്ച് കളഞ്ഞതാട്ടോ. ഇനി ഇവന്മാരൊന്നും ആവണ വരെ പെയിൻ്റ് അടിക്കില്ല എന്നുള്ളൊരു ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ ദേ വിളക്കൊക്കെ കത്തിച്ചു, നാമൊക്കെ എത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മീൻ പിടിക്കാൻ പോയവന്മാർ ഒരു തേങ്ങയും കിട്ടിയില്ലല്ലോ എന്ന് പറയണ്ടെന്ന് ഓർത്തിട്ട് ഒരു തേങ്ങ ഇട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും കിട്ടിയില്ല കേട്ടോ മീൻ. അപ്പോൾ ഞാൻ ദേ ചിക്കനൊക്കെ വറുക്കാൻ വെച്ചു. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ദേ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ ഇവിടെ ഉണ്ടായതാണ്. അതൊക്കെ ഞാൻ ദേ ചെത്തി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ദേ 2 പേരും ദേ ഇപ്പോൾ ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. ദേ ഡിന്നർ കഴിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ വറുത്തതും ഒക്കെ ആയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി പാടുപെട്ടാലും ചപ്പാത്തി എല്ലാം സോഫ്റ്റായിട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ടേബിളൊക്കെ തുടച്ച് ഞാനും ദേ കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. എൻ്റെ ഡേ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു മരുന്നിലാട്ടോ. അതെല്ലാം കഴിച്ച് സെറ്റായി. ഇനി ബെഡൊക്കെ കുടഞ്ഞിട്ട് ഇവന്മാർ ആ ബെഡിലേക്ക് വന്നൊന്ന് കിടത്തുക എന്നുള്ളതൊരു 1.5 ടാസ്കാട്ടോ. നന്നു ആ സമയത്ത് വമ്പൻ കളിയിലാണ്. മുന്നേ ആണെങ്കിൽ ഒന്നും പറയണ്ട, നന്നു ഇതേ ഒരുവിധം ഒന്ന് കിടക്കാൻ വന്നിട്ടുണ്ട്. കുട്ടീനൊന്ന് പുറത്ത് പോയിരിക്കുകയാണ്. പക്ഷെ മുന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്ത് ഉറങ്ങില്ല കേട്ടോ. ഇവനൊന്ന് കണ്ണടച്ച് അപ്പം ഉറങ്ങും, പക്ഷെ കണ്ണടക്കില്ല. നന്നു ഇതേ ഉറങ്ങി. മുന്നേനെ ഇനി ഒരുവിധം ഉറക്കാൻ കിടത്തണം. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി, ക്ഷമയോടെ എല്ലാവരും കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചൊറിഞ്ഞ് അവൻ കിടക്കുകയാണ്. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.